ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുൽ അംബിയ 10 മുതൽ 13 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ലഖദ് അൻസൽനാ, ഇവിടെ ലഖദ് എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീം കൊടുക്കേണ്ടതാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ലഖദ് അൻസൽന, ഈ പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻസൽന ഇലൈക്കും, അൻസൽന, ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഇലൈക്കും കിതാബ, സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇലൈക്കും കിതാബ, കിതാബൻ ഫീഹി, ഇവിടെ തൻവീനിന് ശേഷം ഫാ വന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖ് വേണം. കിതാബൻ ഫീഹി ദിക്റുക്കും, ദിക്റുക്കും കാഫിൻ്റെ സുക്കൂൻ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഹംസ് എന്ന സിഫത്തുള്ള അക്ഷരമാണ്. ദിക് എന്ന് ശബ്ദത്തെ ഖൽഖല നൽകി ചലിപ്പിക്കുകയോ ദിക്റുക്കും എന്ന് തീരെ കേൾക്കാതിരിക്കുകയോ ചെയ്യരുത്. മറിച്ച് ദിക്റുക്കും, ദിക്റുക്കും എന്ന് ഉച്ചരിക്കുക. റാഇന് തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അഫലാ തഅഖിലൂൻ, തഅഖിലൂൻ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം നൽകി ഉച്ചരിക്കണം. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. കസ്ർ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് ഇസ്തിഅലാൻ്റെ ഹർഫുകൾക്ക് നൽകുക. തഅഖിലൂൻ, തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ പ്രത്യേകം നാം സൂചിപ്പിച്ചു. ബാക്കി എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വകം ഖസംന, വകം ഖസംന, സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി ഉച്ചരിക്കുക. 2 സാക്കിനത്തായ മീമുണ്ട്. വകം എന്നതിലും ഖസംന ഈ പദത്തിൻ്റെ മധ്യത്തിലും വന്ന ഈ മീം സുക്കൂൻ നൽകപ്പെട്ടവയാണ്. ഇവക്ക് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. ഖസംന, ഖാഫിനും സ്വാദിനും തഫ്ഖീം നൽകി സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. വകം ഖസംന മിൻ ഖർയ, സാക്കിനത്തായ നൂനിനെ ഖാഫിന് മുമ്പിൽ വന്നതിനാൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്. ശേഷം ഖാഫാണ് എന്നതുകൊണ്ട് നൂനിൻ്റെ മണിക്കലിലും തഫ്ഖീം വേണം. ഗുന്ന മുറഖഖ അല്ലെങ്കിൽ ഗുന്ന മുഫഖമ അല്ലെങ്കിൽ ഇഖ്ഫാ മുഫഖം എന്നൊക്കെ അതിന് പേര് നൽകപ്പെടുന്നതാണ്. മിൻ ഖർയ എന്ന് ഉച്ചരിക്കേണ്ടതാണ്. ഖാഫിന് തഫ്ഖീം, ശേഷമുള്ള സുക്കൂൻ നൽകപ്പെട്ട റാഇനും തഫ്ഖീം. ഖർയ എന്ന് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. വകം ഖസംനാ മിൻ ഖർയത്തിൻ കാനത്, ഖർയത്തിൻ എന്നതിലെ തൻവീനിനെ ശേഷം കാഫ് വന്നതിനാൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുകയാണ്. എന്നാൽ തർക്കീഖോട് കൂടിയുള്ള മണിക്കലാണ് വേണ്ടത്. ഖർയത്തിൻ കാനത്, കാനത് ളാലിമ, താഇൻ്റെ സുക്കൂൻ നേരത്തെ കാഫിനെ കുറിച്ച് സൂചിപ്പിച്ച പോലെ ഹംസ് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കാനത്, കാനത് എന്ന് ഉച്ചരിക്കണം. ളാലിമതൻ വഅൻശഅന, ളാലിമ എന്നതിൽ ളാനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ളാലിമതൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ളാലിമതൻ വഅൻശഅന, അൻശഅന എന്ന പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. കാരണം ഷീന് തർക്കീഖിൻ്റെ അക്ഷരമാണ്. വഅൻശഅനാ ബഅദഹ, ബഅദഹ ഐനിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കേണ്ടതാണ്. ഹൽഖിയ അക്ഷരമാണ്. ഖൗമൻ ആഖരീൻ, ഖൗമൻ
ഖാഫ് തഫ്ഖീം ചെയ്യണം, സ്വരഭാരത്തോടെ തടിപ്പിക്കണം. ഖൗമൻ ആഖരീൻ, തൻവീനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ ഉച്ചരിക്കണം. ശേഷം ഹംസ വന്നതുകൊണ്ട് ഖൗമൻ ആഖരീൻ, ഖാഇന് തഫ്ഖീം കൊടുക്കുക, സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാകുന്നു. റാഇന് കസ്റ, അതുകൊണ്ട് തർക്കീഖാണ്. ആഖരീൻ, തഫ്ഖീമിൻ്റെ ഹർഫുകളെ നാം പ്രത്യേകം സൂചിപ്പിച്ചു, അല്ലാത്തവയ്ക്കെല്ലാം തർക്കീഖാണ് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഫലമ്മ അഹസ്സു, ഫലമ്മ, ഇവിടെ മീം മുശദ്ദദയെ മണിക്കണം, ഉന്നത്ത് നൽകി ഉച്ചരിക്കുക. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. ഫലമ്മ അഹസ്സു ബഅസന, ബഅസന എന്നതിലെ അലിഫിനെയും മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കണം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ബഅസന എന്ന ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ വചനത്തിൽ അൻശഅന, ഹംസകളെല്ലാം തന്നെ വ്യക്തമാക്കി ശിദ്ദത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരം കൂടിയാണ് എന്നതും ശ്രദ്ധിക്കുക. ബഅസന എന്ന് പലപ്പോഴും തെറ്റായി പറഞ്ഞു പോവാറുണ്ട്. ബഅസന അല്ല, മറിച്ച് ബഅസന. ബഅസന ഇദാഹും മിൻഹ, സാക്കിനത്ത മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈന് സഗീർ എന്നും അതിന് പേര് നൽകാം. രണ്ടും ഒറ്റ മീമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇദാഹും മിൻഹ, മിൻഹ എന്നതിലെ സാക്കിനത്ത നൂനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മിൻഹ യർകുദൂൻ, ഈ പദത്തിൽ റാഇന് തഫ്ഖീം, അതുപോലെ ദ്വാദിനും തഫ്ഖീം നൽകേണ്ടതാണ്. ദ്വാദ് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നാവിൻ്റെ നീളത്തിൽ മേലെ അണപ്പല്ലിനോട് ചേർത്താണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്. നാവിൻ്റെ ഒരു പാർശ്വം, ഒരു സൈഡ് നീളത്തിൽ ആകുന്നു അതിൻ്റെ മഖ്റജ്. യർകുദൂൻ, വീണ്ടും ലാ തർകുദൂ, റാഇന് തഫ്ഖീം, ദ്വാദിനും തഫ്ഖീം. നേരത്തെ സൂചിപ്പിച്ച കാര്യം ശ്രദ്ധിക്കുക, ദ്വാദ് ശരിയായി ഉച്ചരിക്കുക. ലാ തർകുദൂ, ലാ തർകുദൂ. വർജിഉ, ഇവിടെ റാഇന് തഫ്ഖീമാണ്. വർജിഉ ഇല, വാവിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇല മാ ഉത്രിഫ്തും, ഇവിടെ അലിഫിനെയും മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കേണ്ടതാണ്. വർജിഉ ഇല മാ ഉത്രിഫ്തും, നേരത്തെ താഇൻ്റെ സുക്കൂനിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. മഹ്മൂസ അക്ഷരമാണ്. ഉത്രിഫ്തും, ഉത്രിഫ്തും, ഉത്രിഫ്തും ഫീഹി, സാക്കിനത്ത മീമും ശേഷം ഫാവും വന്നിട്ടുണ്ട്. ഇൽഹാർ ഷഫവി നൽകി മീമിനെ വെളിവാക്കണം. ഫാ എന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഷഫവിയ അക്ഷരമാണ് ഫാ എന്നതുകൊണ്ട് സാക്കിനത്ത മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനികും ലഅല്ലകും തുസ്അലൂൻ, സാക്കിനത്ത മീം ആവർത്തിച്ച് വരുന്നു. എല്ലാം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വമസാകിനികും ലഅല്ലകും തുസ്അലൂൻ, തുസ്അലൂൻ, ഹംസ ശിദ്ദത്തോടു കൂടി ഉച്ചരിക്കുക. തുസ്അലൂൻ എന്ന് പറയരുത്, തുസ്അലൂൻ എന്ന് വ്യക്തമാക്കണം. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. فلما أحسوا بأسنا إذا هم منها يركضون.
لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون